കഴിഞ്ഞ ദിവസം മുതൽ യുഎഇയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ റോഡ് ഗതാഗതം മുതൽ വ്യോമ ഗതാഗതം വരെ തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് അബുദാബിയിലും ഷാർജയിലും ഉൾപ്പെടെ പാർക്കുകളും മലയോര പാതകളും അടച്ചു. ബീച്ചുകളും അടച്ചിട്ടു. സ്വകാര്യ മേഖലയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഫ്രം ഹോം അനുവദിക്കണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കൃത്യം 8 വർഷങ്ങൾക്ക് മുമ്പ് യുഎഇ സംഭവിച്ച കാര്യങ്ങളാണ് കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 മാർച്ച് 9 നിർത്താതെ പെയ്ത മഴ രാജ്യത്ത് ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുകയായിരുന്നു. അന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഭരണകൂടത്തിന് സാധിച്ചിരുന്നുമില്ല. എന്നാൽ ഇത്തവണ വളരെ നേരത്തെ തന്നെ മഴ സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചു. ഇതോടെയാണ് വലിയ പ്രതിസന്ധികൾ മറികടക്കാൻ സാധിച്ചത്. 2016 ശക്തമായ കാറ്റും ആലിപ്പഴ വർഷത്തോടു കൂടിയ കനത്ത മഴയും രാജ്യത്തെ ബാധിച്ചു. 24 മണിക്കൂറിനുള്ളിൽ അൽ ഷുവൈബ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ മാത്രം 287.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയപ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന മഴയും ശക്തമായ കാറ്റിന്റെ വേഗതയും രേഖപ്പെടുത്തി. അൽബത്തീൻ വിമാനത്താവള മേഖലയിൽ 130 കിലോമീറ്റർ വേഗതയിൽ കാറ്റാണ് രേഖപ്പെടുത്തിയത്. കനത്ത മഴയെ തുടർന്ന് അന്ന് അഡ്നോക് സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് ഖലീഫ കോംപ്ലക്സ് ഉൾപ്പെടെ നിരവധി ഓഫീസ് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കേണ്ടി വന്നിരുന്നു. കനത്ത മഴയിൽ റസാൽ ഖൈമ മുങ്ങിയപ്പോൾ അൽ മനൈ, ഷൌക്ക, അൽ ഗലീല, ജെയ്സ്, അൽ ഗെയിൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 54 അപകടങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തു. അതേസമയം യുഎഇയിൽ ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് നിർദ്ദേശം. പടിഞ്ഞാറൻ എമിറേറ്റുകളിലാണ് മഴ കൂടുതൽ ശക്തമാക്കുക. അൽ ഐൻ, നാഹിൽ മേഖലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ഭാഗങ്ങളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൽ ദഫ്രയിലും അൽ ഐനിലും കനത്ത മഴയും കാറ്റും തുടർന്നേക്കാം. രാജ്യത്തെ മലയോര മേഖലയിലെ റോഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാദികളിലേക്കും ഡാമിന് സമീപത്തേക്കും പ്രവേശനമില്ല. ഗ്ലോബൽ വില്ലേജിൽ വെടിക്കെട്ട് നിർത്തിവെച്ചതിന് പുറമെ അബുദാബി ക്ഷേത്രത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്നാണ് യുഎഇയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നത്. ശക്തമായ മിന്നലോട് കൂടിയ മഴയാണ് പെയ്യുന്നത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ തുടങ്ങി മിക്ക നഗരങ്ങളിലും പ്രധാന റോഡുകൾ വെള്ളക്കെട്ടിലായി. രാജ്യത്ത് ഞായറാഴ്ച ഉച്ചവരെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കോരിച്ചൊരിയുന്ന മഴയിൽ കനത്ത വെള്ളക്കെട്ടിലാണ് യുഎഇയിലെ മിക്ക നഗരങ്ങളും. താമസ മേഖലകളായ ദുബായിലെ മുഹൈസിന, ഷാർജയിലെ അബു ഷഹാറ എന്നിവിടങ്ങളിലെല്ലാം വെള്ളം പൊങ്ങി. ഷാർജയിലെ കൽബയും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ദുബായ് ഷാർജ ഇന്റർസിറ്റി ബസ് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ദുബായിൽ നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി. മഴവെള്ളപ്പാച്ചിലിൽ ഷാർജ, അല്ലൈൻ എന്നിവിടങ്ങളിലെ എല്ലാ ടണൽ റോഡുകളും അടച്ചു. അബുദാബി, ദുബായ്, ഷാർജ എമിറേറ്റുകൾ പൊതു ബീച്ചുകളും പാർക്കുകളും ഇന്നലെ മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അബുദാബിയിലെ അല്ലൈൻ, അൽദഫ്ര മേഖലയിലാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ കനത്ത മഴ അനുഭവപ്പെടുന്നത്. അല്ലൈനിൽ ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായി. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ദുബായ്, ഷാർജ, അജ്മാൻ എമിറേറ്റുകളിൽ വിവിധ വിഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴ കനത്തത്. അബുദാബി നഗരത്തിലും മുസഫ, ബിനിയാസ് അടങ്ങിയ പ്രാന്തപ്രദേശങ്ങളും ശനിയാഴ്ച വൈകിട്ടോടെയാണ് മഴയെത്തിയത്. 1 മണിക്കൂറോളം കനത്ത മഴ പെയ്തു. 2 ദിവസമായി ഇരുണ്ട മേഘാവൃതമാണ് മേഖല എങ്കിലും മറ്റ് എമിറേറ്റുകളെ അപേക്ഷിച്ച് മഴ കുറവായിരുന്നു. ചില റോഡുകളിൽ നേരിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. ആലിപ്പഴ വർഷം പ്രവചിച്ചിരുന്നതിനാൽ വാഹനങ്ങൾക്ക് മേലെ ബെഡ്, ബ്ലാങ്കറ്റ് മുതലായവ വിരിച്ച് പലരും ജാഗ്രത പുലർത്തിയിരുന്നു. ചില ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് വീശിയെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല ഭാഗങ്ങളിലും നേരം വൈകിയും മഴ തുടർന്നു. കനത്ത മഴയും ഇടിയും ആലിപ്പഴ വർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ കാലാവസ്ഥാ വിഭാഗം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാസൽ ഖൈമയിൽ ശനിയാഴ്ച പുലർച്ചെ പെയ്ത ശക്തമായ മഴയിൽ റാക്കൽ ഷുഹാത്ത സ്ട്രീറ്റിൽ മണ്ണിടിയുകയും റോഡ് തകരുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെ ചെറിയ തോതിൽ തുടങ്ങിയ ചാറ്റൽ മഴ ശനിയാഴ്ച പുലർച്ചെ വരെ റാസൽ ഖൈമയിലും ശക്തി പ്രാപിക്കുകയായിരുന്നു. എമിറേറ്റ്സ് റോഡിലേക്ക് ചേരുന്ന ഭാഗത്താണ് മഴയിൽ മണ്ണിടിച്ചിലും തുടർന്ന് റോഡ് തകരുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.